ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിക്കുന്ന വീഡിയോയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 3 വലിയ മാങ്ങ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നോ അത്രത്തോളം അച്ചാറിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കടുകും 1/2 ടീസ്പൂണോളം ഉലുവയും ഇട്ട് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക കേട്ടോ. കാരണം ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. അപ്പോൾ അത് കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം. എന്നിട്ടിപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് അച്ചാർ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ഞാൻ ചേർക്കുകയാണ്. അത് വേണമെന്നില്ല കേട്ടോ, ഓപ്ഷണലാണ്, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. ഇതെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലപ്പൊടികളുടെ ഒരു പച്ച മണം ഒന്ന് പോട്ടെ. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് 1/2 കപ്പ് വിനാഗിരിയാണ്. വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ആ മസാലയുടെ ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മാങ്ങ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്തു പോവും. ഇങ്ങനെ മാങ്ങ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. നല്ല പോലെ ചൂട് പോയതിന് ശേഷം നമുക്കിതിനെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നിങ്ങൾ ബോട്ടിലാക്കുന്ന സമയത്ത് ബോട്ടിലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നല്ലെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ബോട്ടിലിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ കാണും. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.